മാർട്ടിൻ്റെ തുക കണ്ടു. ഒരു കാലഘട്ടത്തിൽ സാന്റിയാഗോ മാർട്ടിനെതിരെ കേരളത്തിൽ നിയമപോരാട്ടം നടത്തിയ അങ്ങനെയാണ്. സാന്റിയാഗോ മാർട്ടിൻ ഇപ്പോൾ 2 കേസ് എനിക്കെതിരായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഇലക്ഷൻ കാലത്തും കഴിഞ്ഞ ആഴ്ച അതിന് വിചാരണയായിരുന്നു. പക്ഷെ എൻ്റെ സംശയം അതല്ല. നിർമ്മല സീതാരാമൻ മന്ത്രിയായതിനു ശേഷം 2019 ഫെബ്രുവരിയിൽ നിലവിലുണ്ടായിരുന്ന ലോട്ടറി GST നിരക്കുകൾ മാറ്റി ഏകീകരിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ വാദം ഏകീകരിച്ച് 12% ആക്കണമെന്നാണ്. സാന്റിയാഗോ മാർട്ടിൻ 28% നികുതി ഉണ്ടായിരുന്നു. അത് 12 ആക്കണമെന്ന് വലിയ ഫൈറ്റ് നടത്തി അവസാനം 28 തന്നെ നിർത്തി. സംസ്ഥാനത്തിൻ്റെ നികുതിയും 28% ഉയർത്തും. അത് യാദൃച്ഛികമാണ്. രണ്ടും കൂട്ടി വായിക്കണം. ലോട്ടറി നിയമത്തിൽ വരുത്തിയ മാറ്റം അഴിമതിയാണ്. ഇലക്ട്രൽ ബോണ്ട് വഴി ആയിരക്കണക്കിന് കോടി രൂപ BJPക്ക് നൽകിയതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് ലോട്ടറി നിരക്കുകൾ ഏകീകരിച്ചത്. അറിയേണ്ട കാര്യം ഇതാണ്. GST നിയമം ഉണ്ടാക്കിയപ്പോൾ സംസ്ഥാനത്തിന് 12, ലോട്ടറി കോൺട്രാക്ടർമാർ വഴി നടത്തുന്ന ലോട്ടറിക്ക് 28. ഇങ്ങനെ ഇരട്ട നികുതി സുപ്രീം കോടതി ശരിവച്ചു. കേസിന് പോയിരുന്നു സാന്റിയാഗോ മാർട്ടിൻ. സുപ്രീം കോടതി ശരിവച്ചു. അതിന് ശേഷമാണ് BJP മന്ത്രിമാർ തട്ടിമറിക്കാൻ നീങ്ങിയത്. അരുൺ ജെയ്റ്റ്ലിയുടെ കാലത്ത് നമ്മൾ ശക്തമായി വാദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കമ്മിറ്റിയെ വെച്ച് അദ്ദേഹം കാര്യം മാറ്റിവെച്ചു. ഇലക്ഷൻ കഴിഞ്ഞ് നിർമ്മല സീതാരാമൻ വന്നപ്പോൾ അവർ ഭിന്നാഭിപ്രായമുള്ള കമ്മിറ്റിയുടെ BJP മന്ത്രിമാരുടെ അഭിപ്രായമെടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരക്കുകളിൽ മാറ്റം വരുത്തി. ഇത് കൊടിയ അഴിമതിയാണ്. GST തീരുമാനം പോലും കൈക്കൂലി മേടിച്ച് നടപ്പാക്കുന്ന പാർട്ടിയായിട്ട് BJP അധപതിച്ചിരിക്കുന്നു.